CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. സീതാറാം യെച്ചൂരിയുടെ വിയോഗം അതീവ ദുഃഖകരമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ മതനിരപേക്ഷതയുടെയും ഇന്ത്യൻ ഭരണഘടനയുടെയും അതിശക്തനായിട്ടുള്ള ഒരു കാവൽ ഭടനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. തികച്ചും അവിശ്വസനീയമാണ് ഈ വേർപിരിയൽ. CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിലാണ് സഖാവ് സീതാറാം വിട്ടുപിരിയുന്നത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ്. വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ കൂടിയാണ് അദ്ദേഹം പൊതുരംഗത്ത് വന്നത്. 46-47 വർഷത്തെ ബന്ധം ഞാനുമായി വ്യക്തിപരമായി അദ്ദേഹവുമായി ഉണ്ടായി. 1979 SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും 80 സംസ്ഥാന പ്രസിഡന്റുമായിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അടുക്കുന്നത്. പിന്നെ 1980 ശേഷം നിരവധി തവണ അദ്ദേഹവുമായി മത്സ്യബന്ധം സ്ഥാപിക്കുന്നതിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിനും സാധിച്ചു. KCയിലും അതുപോലെ തന്നെ PBയിലും അദ്ദേഹം നടത്തുന്ന അവതരണങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹം തയ്യാറാക്കുന്ന രേഖകളുമെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അത്ഭുതമാണ്. എന്നുള്ള നിലയിലും അതിശക്തമായിട്ടുള്ള പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിത്വമാണ് സീതാറാമിന്റെ. കോടതിയിലും നിരവധികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ ഭാഗമാണ് ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള പൊതു താൽപര്യ അഴിക്ക് അനുകൂലമായ വിധി ും കരിഞ്ചട്ടക്കാർക്കും കൊള്ളക്കാർക്കും കോർപ്പറേറ്റ് ശക്തികൾക്കുമെതിരായിട്ടുള്ള ഒരു ഇടിനാദമാണ് ഇവിടെ ഇപ്പോൾ അവസാനിക്കുന്നത് എന്നുള്ളത് നമ്മളെ എല്ലാം വിഷമിപ്പിക്കുന്നതാണ്, ദുഃഖിപ്പിക്കുന്നതാണ്.